അത് 10 മണിയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നതെങ്കിലും 1 മണിക്കൂറിലധികം വൈകി. നമ്മുടെ സ്വാഗത ഭാഷകൻ പറഞ്ഞതുപോലെ ഒരുപാട് കാര്യങ്ങളൊന്നും നിങ്ങളിലേക്ക് എത്തിക്കാൻ ഇപ്പോൾ ശ്രമം നടത്തുന്നില്ല. നമുക്ക് നമ്മുടെ ഈ അസോസിയേഷൻ്റെ രൂപീകരണം 1 വർഷം തികയുന്നു. ആ അസോസിയേഷൻ്റെ രൂപീകരണ നാളുകളിൽ നമുക്ക് തന്നെ ഒരു സംശയമുണ്ടായിരുന്നു. കണികുന്ന് എന്ന് പറയുന്ന ഈ കൊച്ചു ഗ്രാമത്തിൽ ഇങ്ങനെ ഒരു അസോസിയേഷൻ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും? നമ്മുടെ തളിപ്പറമ്പ് നഗരത്തിലെ ഒരു എ ക്ലാസ് പട്ടണമൊന്നുമല്ല നമ്മുടെ ഈ ഗ്രാമം. എങ്കിലും നമ്മുടെ പ്രധാനപ്പെട്ട 2 വ്യക്തികൾ വളരെ താല്പര്യം, ഒന്ന് നമ്മുടെ സെക്രട്ടറി തന്നെയാണ് വിജയൻ, പിന്നീട് ഇവിടെ ഇപ്പോൾ എത്തിച്ചേരാത്ത നമ്മളെ ഹരിനമ്പൂതിരി, പുള്ളി ഒരു ചെറിയൊരു അപകടത്തിൽ റെസ്റ്റിലായി, ഇപ്പോൾ എത്തും, കൂട്ടിക്കൊണ്ടുവരും. അവർക്കൊരു വലിയൊരു ആഗ്രഹം കണികുന്നിലൊരു അസോസിയേഷൻ വേണമെന്ന്. അതിൻ്റെ കൂടെ നമ്മളും കുറച്ച് ആളുകൾ ചേർന്നപ്പോൾ നമുക്കതിന് രൂപം കൊടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പ്. അങ്ങനെയാണ് 1 വർഷം മുമ്പ് ഈ അസോസിയേഷന് രൂപം കൊടുക്കുന്നത്. അത് നമ്മൾ അതിൽ പേരിലും ആദ്യം നമ്മൾ സോമേശ്വരം റെസിഡൻസ് അസോസിയേഷൻ, അപ്പോൾ പറഞ്ഞു അല്ല കണികുന്ന് ഗ്രാമം, ആ ഗ്രാമത്തിൻ്റെ ഒരു പ്രത്യേകത, അപ്പോൾ കണികുന്ന് കൂടെ വേണം. അങ്ങനെയാണ് കണികുന്ന് സോമേശ്വരം റെസിഡൻസ് അസോസിയേഷൻ രൂപം കൊടുക്കുന്നത്. അതിൻ്റെ പ്രവൃത്തി അങ്ങോട്ട് നമ്മൾ തുടങ്ങിയത് മുതൽ ആദ്യം തന്നെ നമ്മളൊരു വിഷു നമുക്ക് വന്നു ചേർന്നപ്പോൾ നമ്മുടെ നാട്ടിലുള്ള പ്രായമായവരെ ഒന്ന് ആദരിക്കാൻ ഒരു കൈനീട്ടം, ഒരു വിഷു കോടിയും കൈനീട്ടവും കൊടുത്തുകൊണ്ട് നമ്മൾ ആദ്യത്തെ സംരംഭത്തിന് തുടക്കമിട്ടു. പിന്നീട് അങ്ങോട്ട് നമ്മുടെ നാട്ടിൽ മരണപ്പെട്ടു പോകുന്ന വീടുകളിലും ഒക്കെ നമ്മുടെ അസോസിയേഷൻ്റെ സാന്നിധ്യം നമ്മൾ അറിയിച്ചു. വളരെ നല്ല സ്വീകാര്യതയാണ് നമുക്ക് നമ്മുടെ ഈ അംഗങ്ങളിൽ നിന്ന് കിട്ടിയത്. സാമ്പത്തികത്തിന് മാത്രമേ നമുക്ക് കുറച്ച് ദാരിദ്ര്യമുള്ളൂ, എങ്കിലും അറിഞ്ഞുകൊണ്ട് ആളുകൾ നമ്മളെ സഹായിക്കാൻ മുന്നോട്ട് വരുന്നുണ്ട്. എന്തോ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇതുപോലൊരു അസോസിയേഷൻ ഇപ്പം എല്ലാം നമ്മുടെ നാടിൻ്റെ എല്ലാ ഭാഗത്തും അസോസിയേഷൻ ഉണ്ട്. അപ്പോൾ അത് ഒരു വിജയൻ പറഞ്ഞതുപോലെ തന്നെയാണ്. വയസ്സാം കാലത്ത് ഒരു ചെറിയൊരു സഹായം അല്ലെങ്കിൽ ഒരു മരുന്ന് വാങ്ങിച്ചു കൊണ്ട് തരുമോ എന്ന് ചോദിച്ചാൽ ആ മരുന്നുമായി എത്തുന്ന കുറച്ച് അംഗങ്ങൾ നമ്മളെ കൂട്ടത്തിലുണ്ട്. അതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രധാന ഘടകം. അപ്പോൾ ഒരുപാട് ഞാൻ ഇനിയും കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അത് നമുക്ക് ഈ ഗ്യാപ്പ് കിട്ടുന്ന സമയത്ത് പറയാം. ഇപ്പോൾ നമ്മുടെ ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടനമാണ് നടക്കേണ്ടുന്നത്. നമ്മൾ വളരെ മാസങ്ങൾക്ക്, ഏകദേശം 1 മാസം 1.5 മാസം മുമ്പേ ചെയർപേഴ്സണെ വ്യക്തിപരമായിട്ട്, കാരണം എനിക്ക് ചെയർപേഴ്സണേക്കാളും കൂടുതൽ അറിയുന്നത് ചെയർപേഴ്സൻ്റെ ഉപ്പയായിരുന്നു. നമ്മൾ ട്രേഡ് യൂണിയൻ രംഗത്ത് കുറച്ച് പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. അപ്പോൾ വളരെ ആദരവപൂർവ്വം, ഭയങ്കര ബഹുമാനമാണ്. പോയി കണ്ടാൽ പറയുമ്പോഴൊക്കെ എഴുന്നേറ്റ് നിൽക്കുക. അവരെ കാണുമ്പോൾ ഞാൻ എഴുന്നേൽക്കണം, പ്രായമല്ല, അവരുടെ ചെയറിനെ മാനിച്ചുകൊണ്ട് ഞാൻ എഴുന്നേൽക്കണം. അതിന് പകരം വേണുവാട്ടാന്ന് പറഞ്ഞ് അവർ നിൽക്കും, അവർ വേണ്ട. അത്രമാത്രം വളരെ റെസ്പെക്റ്റുള്ള നമ്മുടെ തളിപ്പറമ്പ് നഗരത്തിൻ്റെ പ്രഥമ വനിതയെ ഞാൻ ഈ ഉദ്ഘാടനത്തിലേക്ക് ക്ഷണിക്കുന്നതോടൊപ്പം നമ്മുടെ വിജയരാജൻ സാറിനെയും അതുപോലെ രാധാകൃഷ്ണൻ മാഷയെയും നമ്മുടെ കൗൺസിലർമാരായ ലത്തീഫിനെയും വാസന്തി ചേച്ചിയെയും അതുപോലെ രാജഗോപാലൻ മാഷെ ക്ഷണിച്ചത് കൂടാതെ കണ്ട് നമ്മുടെ 2 രക്ഷാധികാരികൾ പുറകിലൊടിക്കുന്നുണ്ട്. അവരെയും ഒക്കെ ഒരു പ്രസിഡന്റ് എന്ന നിലയിൽ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ഉദ്ഘാടനത്തിനായി നമ്മുടെ പ്രഥമ വനിതയെ സാദരം ക്ഷണിക്കുന്നു. നന്ദി, നമസ്കാരം.